സോ ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആയിട്ട് എങ്ങനെയായിരുന്നു റിയയുടെ വാലന്റൈൻസ് ഡേ? ജസ്റ്റ് നോർമൽ ഡേ പോലെയാണ്. ഉച്ചയായപ്പോൾ തന്നെ അറിഞ്ഞത് ഓക്കെ ഇത് ഫെബ്രുവരി 14 ആണ് വാലന്റൈൻസ് ഡേ ആണെന്നൊക്കെ. നോർമൽ ഡേ പോലെ തന്നെ. ഓക്കെ, സെമസ്റ്റർ എക്സാം ആയിരുന്നു രാവിലെ. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. നമുക്കിത് ബ്ലാക്ക് ഡേ. പ്രണയിക്കുന്നവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആയി. പിന്നെ സിംഗിൾസിന് ഒരു എന്നും പോണതൊരു ഡേ തന്നെ. പോവാ ഇവിടെ വന്നിട്ട് പോയിട്ട് ഒരു കാ പോലും കിട്ടിയിട്ടില്ല. ആക്ച്വലി നമ്മള് ബാക്കിയുള്ളവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എക്സ്പീരിയൻസ്. പക്ഷെ ആരെയും കാണാൻ പറ്റില്ല. വാലന്റൈൻ നാട്ടിലാണ്, എൻ്റെ ആള് പുറത്താണ്. അപ്പോ അവിടുന്ന് ഇങ്ങനെ കൊറിയർ അയച്ചു വാലന്റൈൻ ഗിഫ്റ്റ് ഒക്കെ. നിങ്ങൾ എത്ര ഇയേഴ്സ് ലവ് ആയിരുന്നു? ഇപ്പൊ 3 വർഷമായി. 3 വർഷം. 3 മാസം. ഓക്കെ, ഫസ്റ്റ് വാലന്റൈൻസ് ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു? എന്തായിരുന്നു ഗിഫ്റ്റ് കൊടുത്തത്? ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, ഫെബ്രുവരി 14. അപ്പോൾ അങ്കിളും ആൻറ്റിയും ഇപ്പോൾ എത്ര കാലമായിട്ട് ഒരുമിച്ച് ഉണ്ട്? കല്യാണം കഴിഞ്ഞപ്പോൾ 32 വർഷം. ലവ് മാരേജ് ആയിരുന്നു? അറേഞ്ച് മാരേജ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും വാലന്റൈൻസ് ഡേ? ഞങ്ങൾക്ക് ആർക്കും പിന്നില്ല. എത്ര പൂ കിട്ടി? അങ്ങനെ പൂ കൊടുത്തില്ല. കൊടുത്തിട്ടില്ല. സോ സിംഗിൾസിന്റെ വാലന്റൈൻസ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ ദിവസവും കനകുന്നിൽ വരും, പെമ്പിളരെ നോക്കും, തിരിച്ച് വീട്ടിൽ പോകും. അത് തന്നെയാണ് നോർമൽ. എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടുപേരും സിംഗിൾ ആണോ? ഒരാളാണ്, വാലന്റൈൻസ് ഡേ ആയിട്ട് കയ്യിൽ ഫ്ലവർ ഒക്കെ പിടിച്ചിരിക്കുന്നത് കൊടുക്കാനുള്ളതാണോ അതോ വാങ്ങിയതാണോ? ആക്ച്വലി ഇതൊരു കടയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാണ്. സ്ക്രീൻ റീൽ ഫ്രീ ആയിട്ട് കിട്ടിയപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും സന്തോഷമായി. വേറെ ആരും തരാനില്ലാത്തോണ്ട് വാങ്ങി വെച്ചു. വേറെ ആരും തരാനില്ല, അപ്പൊ സിംഗിൾസ് ആണ്. അങ്ങനെ പറയാം. ഡബിൾസിനായാലും ആരും തരാതിരിക്കാമല്ലോ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാലന്റൈൻസ് ഡേ? എങ്ങനെ പോയി? നമുക്കൊക്കെ എന്ത് വാലന്റൈൻസ് ഡേ? വി ആർ സിംഗിൾ റെഡി ടു മിംഗിൾ. ഇന്ന് ബുധനാഴ്ച ഇല്ല, അതേപോലെയൊക്കെ എല്ലാ ആഴ്ചയും പോലെ. എനിക്ക് കുംഭം 1. കുംഭം ആശംസ. ഒന്നുമില്ല, ആസ് യൂഷ്വൽ ഡേ ആയിരുന്നു. ഞങ്ങൾ എപ്പോഴും വരുന്ന പോലെ വരും, ഇവിടെ ചായ കുടിക്കും, പോകുന്നു, അത്രേ ഉള്ളൂ. അമ്മമാർക്ക് ഇവരാണ് പക്ഷെ അമ്മമാർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ അഭിരാമിക്ക് മാത്രം എക്സ്പീരിയൻസ് എനിക്ക് മാത്രം ഇല്ല. വാലന്റൈൻസ് ഡേ നമുക്ക് നോർമൽ ഡേ ആണ്. അതിനോടുപരി പുൽവാമ ഡേ ആണ്, നമ്മുടെ ബ്ലാക്ക് ഡേ ആണ്. ആക്ച്വലി അതാരും ഇന്ന് ഓർക്കുന്നില്ല. സോ വി റെപ്രസെന്റ് ബ്ലാക്ക്. ഗിഫ്റ്റ് വല്ലതും കിട്ടിയായിരുന്നോ വാലന്റൈൻസ് ഡേ? രാവിലെ വീട്ടുകാരെന്ന് പറയാൻ കിട്ടിയായിരുന്നു. ആരുമില്ല ബ്രോ, സ്വന്തമായിട്ട് കഴിക്കാം, വേറെ എന്ത് ചെയ്യാം. ആക്ച്വലി ഗിഫ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കിട്ടിയിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല, സങ്കടമില്ല, സന്തോഷമില്ല. ഓൾ ഗുഡ്. ഓക്കെ, നമ്മളിപ്പോ നോർമലി വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നത് ഫ്ലവേഴ്സ് അല്ല, ഒരു ഡയറി മിൽക്ക് അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ ആയിരിക്കും. അതല്ലാതെ മറ്റെന്തെങ്കിലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഇൻസ്റ്റ ഐ ഡി ഒരു കുപ്പി കൊടുക്കണം. ഗിഫ്റ്റ് വേണം. ഞാൻ എന്റെ ഹൃദയം കൊടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ ആർക്കും അത് വേണ്ട. ആളുടെ ആഗ്രഹം എന്താന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അന്വേഷിച്ച് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. കഴിക്കാൻ നമ്മളെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഞാൻ സാറിന് കൊടുക്കുന്നത്. വാച്ച് അങ്ങനത്തെയൊക്കെയാണ്. ഇപ്പൊ വാങ്ങിച്ചു തരാൻ ഓഫർ ചെയ്തിരിക്കുന്ന ഒരു പായസം മേടിച്ചു. അപ്പൊ പായസപ്രേമിയാണ്. അല്ലെങ്കിൽ പിന്നെ പാർട്ട്ണറിന്റെ ലൈക്സ് എന്തൊക്കെയാണോ ഉള്ളത് അത് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുക. അപ്പൊ അത് നല്ലതായിരിക്കും. എന്തായിരുന്നു? ചെറുതായിട്ട് കിട്ടിയെന്നു. ഫോക്കസ് ചെയ്തോ സൂം ചെയ്തെടുത്തു. റിംഗ് ഒക്കെ അമ്മയ്ക്ക് എങ്ങനെ അറിയാം? നോട്ട് ദ പോയിന്റ്. ചോക്ലേറ്റിന്റെ ഏറ്റവും കൂടുതൽ ഓഫർ കിട്ടുന്ന ദിവസമാണ്. അത് മാറിയിട്ട് എന്തെങ്കിലും കോമൺ ആയിട്ട് കൊടുക്കാനുള്ള ഡ്രസ് മേടിച്ചു കൊടുക്കാം, ഷൂ മേടിച്ചു കൊടുക്കാം, പെർഫ്യൂം മേടിച്ചു കൊടുക്കാം, ഫോൺ മേടിച്ചു കൊടുക്കാം. കുറച്ച് ഔട്ട് ഓഫ് ഫാഷൻ ആണ്. ഇപ്പോൾ എന്റെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ ഈ തരിമുക്കൊക്കെ വാങ്ങിക്കൊന്ന് വേസ്റ്റ് ആക്കുന്നതിന് പകരം എന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വല്ല തട്ടിയെടുക്കുന്ന ദോശയോ അല്ലെ എന്തെങ്കിലുമൊക്കെ വാങ്ങി തന്നാ ഐ വിൽ ബി ഹാപ്പി. ഞാനാണെങ്കിൽ ബുക്ക് കൊടുക്കും. പിന്നെ വായിച്ചു വളരണം. ഞാനാണെങ്കിൽ ലെറ്റർ കൊടുക്കും. ട്രഡീഷണൽ തന്നെ ലെറ്റർ. ഓക്കെ,
ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് അതൊന്ന് മാറിയിട്ട് വേറെ എന്തെങ്കിലും ന്യൂജൻ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുക, എന്താണ് പ്രിഫർ ചെയ്യുക? ബേസിക്കലി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ടാണെങ്കിൽ ബേസിക്കലി കോണ്ടോ ആയിരിക്കും. അല്ല, ഞാൻ കൊടുക്കും. ഞാൻ മാഗിയുടെ മറ്റേ ഫ്ലേവർ കവർ ഉണ്ടല്ലോ, അതങ്ങ് കൊടുക്കും. എല്ലാവരും ഇപ്പൊ എന്തുവാ ഹഗ്ഗല്ലേ ചെയ്യാറ്, ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ അത്, അതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ലല്ലോ. ഞാൻ ഒരു ന്യൂജൻ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് കിസ്സാണ്. അവർക്ക് ഇഷ്ടമുള്ളത് അവർ കൊടുക്കട്ടെ. യൂസുള്ള എന്തെങ്കിലും കൊടുക്കാം. അതെ, ഞാൻ പറയുന്നത് ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രൈസാ? ഫ്രൈസ് ആണോ? ഓ മറ്റേ ഫ്രഞ്ച് ഓക്കെ, ഇതിനേക്കാളും ബെറ്റർ അതല്ലേ, അതാവുമ്പോൾ മറക്കാൻ പറ്റില്ല. ഓ കറക്റ്റ്. എന്ത് കൊടുക്കുക? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പാവപ്പെട്ട ആരെങ്കിലും ഒന്ന് സഹായിക്കുക. ഇങ്ങനെ ഒരു ഡേ നിങ്ങളുടെ കപ്പിളുമായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളിൽ നിങ്ങൾക്ക് സങ്കടത്തിലിരിക്കുന്ന ആരെങ്കിലും സഹായിക്കാൻ പറ്റിയാൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ എന്തോ ഇത് എന്റെ വൈബ്. ഗിഫ്റ്റ് കിട്ടിയോന്ന് ചോദിച്ചാൽ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല ബ്രോ, ആർക്കും കൊടുത്തൂല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുത്തു. ഡ്രസ്സ് മേടിച്ചു കൊടുത്തു. സിംഗിൾ ആണോ കമ്മിറ്റ് ആണോ? സിംഗിളാ ശരിക്കും? യാ. ഗേൾസിനോട് ഫോക്കസ് ചെയ്യുന്നില്ല, റിലേഷനിലാവാൻ താല്പര്യമില്ല. സിംഗിൾസ് ആണോ കമ്മിറ്റ് ആണോ? അത് അങ്ങനെ വേണോ? അത് വേണോ? സിംഗിൾ ആണ്. കരയുവാണല്ലോ ഹാപ്പിയാണ്, ചുറ്റുമുള്ളവരൊക്കെ മൂഞ്ചന കാണുമ്പോഴത്തേക്ക് സന്തോഷം. വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആയിട്ട് നിങ്ങളുടെ ലൈഫ് നോർമൽ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിരുന്നോ? ഒരു വ്യത്യാസമില്ല. ഒരു വ്യത്യാസമില്ല. വേറെ വ്യത്യാസമില്ല. വെറുതെ ഒരു ഡേറ്റിന് വരാം. വാലന്റൈൻ പോലെ, വാലന്റൈൻ ഇല്ലാത്താണ് വാലന്റൈൻ ഡേറ്റ് പോലെ ഞങ്ങൾ കുറച്ച് മാനവീയത്തൊക്കെ കറങ്ങി കുറച്ച് തട്ടുകടയും ദോശയൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ചെറുപ്പകാലത്ത് എങ്ങനെയായിരുന്നു നമുക്ക് ആഘോഷം ഉണ്ടായിരുന്നു? അതങ്ങനെ ഒരു ദിവസം അന്ന് പോപ്പുലർ ആയിരുന്നു? ഇല്ല, അന്ന് ഇങ്ങനത്തെ ഒരു ദിവസം അന്നൊക്കെ ഒളിച്ചും പാപ്പൊക്കെ അല്ലേ മോനെ, അങ്ങനെ ആയി ഫ്ലോപ്പായ ഒരാളാണ് ഞാൻ. ഹാപ്പിലി സിംഗിൾ ആണ്. ഹാപ്പിലി സിംഗിൾ ആണ്. ഓക്കെ, കൂൾ. പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് ആണല്ലേ? എന്നും ഓർമ്മിക്കുന്ന ഒരു നല്ല കുറെ നിമിഷങ്ങൾ അല്ലേ? ഓക്കെ, സോ ഈ വർഷങ്ങളിലേക്കും ഇനി വരുന്ന കാലങ്ങളിലേക്കും ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് ആ നല്ല ഓർമ്മകളാണ്. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ അതോ ലിവിങ് ടുഗദർ ആണോ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യാം? ലവ് മാരേജ് അറേഞ്ച് ചെയ്ത് നടത്തുന്നതായിരിക്കും നല്ലത്. ലവിന് അറേഞ്ച് ചെയ്ത് നടത്തുന്നതായിരിക്കും നല്ലത്. രണ്ടും കുഴപ്പമില്ല, രണ്ടും അഭിപ്രായത്തിൽ നല്ലതാണെങ്കിൽ കുഴപ്പമില്ല. അവരവർക്ക് ചേരുന്നതാണല്ലോ, അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു ഇതില് പിന്നെ സിൻസിയർ ആയിട്ടുള്ള ഇതാണെങ്കിൽ നടക്കണം എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് ലവ് മാരേജ് ആണ്, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ആ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ആ കണക്ഷൻ വരും. ചേർന്ന് പോകുന്നതാണ് മെയിൻലി നോക്കുക, എന്നിട്ട് ജീവിക്കാൻ നോക്കുക, അത് ഏതാണെങ്കിലും. അല്ലെങ്കിലാണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ഏതുവാണെങ്കിലും. ലവ് കം അറേഞ്ച്. ലവ് കം അറേഞ്ച് രണ്ടാൾക്കും അതുതന്നെ. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ലിവിങ് ടുഗദർ ആണോ നിങ്ങൾ? ആദ്യം പെണ്ണ് ഇട്ടിട്ട് ബ്രോ, എന്നിട്ട് നമുക്ക് അത് തീരുമാനിക്കാൻ പറ്റും. ലവ് മാരേജ് എല്ലാവർക്കും ലവ് മാരേജ് ആണ് താല്പര്യം. ഇവന് പെണ്ണില്ല, പെണ്ണ് കിട്ടില്ല, അത് വേറെ കാര്യം. ലവ് മാരേജ് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ലിവിങ് ടുഗദർ ആണോ നിങ്ങൾ? നോ മാരേജ്. നോ ലവ് മാരേജ്. ലവ് മാരേജ് ആണ്. ലവ് മാരേജ്. 3 പേര് ലവ് മാരേജ് ആണ്. ഡിപ്പെൻസ് അപ്പോൺ പേഴ്സൺ. വീട്ടുകാർ സമ്മതിക്കില്ല. എന്റെ കൺസെപ്റ്റ് ആണെങ്കിൽ ലവ് മാരേജ്. ലവ് മാരേജ്. 3 ആളും അതിനെ സപ്പോർട്ട് ചെയ്യണവരാണ്. എല്ലാത്തിലും ഉണ്ട് നല്ലത്. എല്ലാത്തിലും ഉണ്ട് നല്ലത്. എനിക്കങ്ങനെ ഏതും നല്ലൊന്നും ബ്രോയുടെ പ്രിഫറൻസ് ഏതായിരിക്കും? എനിക്ക് അറിയത്തില്ല, ഈ കല്യാണം കഴിക്കേണ്ടതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം ലിവിങ് ടുഗദർ ഈസ് ഫൈൻ. ലൈക്ക് ആളെങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എങ്ങനെയാണ് അയാളുടെ കൂടെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് അയാളെ മനസ്സിലാക്കണം. എനിക്ക് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇത് പറയുവാണ്. അപ്പോൾ അതിപ്പോൾ ലവ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ ഇപ്പോൾ ആര് ലവ് ചെയ്താലും കുറച്ച് കാലമൊക്കെ ഒന്നിച്ചാണല്ലോ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരാളുമായിട്ട് എത്ര കാലം പറ്റുന്നുണ്ടെന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം അയാളുമായിട്ട് കമ്മിറ്റ്മെന്റ് വെക്കുക. അല്ലാണ്ട് വെറുതെ കയറി നമ്മളൊരു കമ്മിറ്റഡ് ആയിട്ട് അതിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാകുന്നതിനൊക്കെ അതാണ് നല്ലതെന്ന് തോന്നുന്നു. അവരവരുടെ ചോയ്സ് അല്ലേ. സോ വാട്ട് യുവർ പ്രിഫറൻസ്? മൈ പ്രിഫറൻസ്, എനിക്കങ്ങനെ പ്രിഫറൻസ് ഇല്ല. ഏതാ നല്ലത്? ലിവിങ് ടുഗദർ ആഫ്റ്റർ മാരേജ്. ലിവിങ് ടുഗദർ ആഫ്റ്റർ മാരേജ്. ഓക്കെ, കൂൾ. ഇപ്പോഴത്തെ ജനറേഷൻ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ആഫ്റ്റർ മാരേജ് ഞാനായിരുന്നാലും അങ്ങനെയാണ് എന്നാണ് എൻ്റെ ഇഷ്ടം. നമ്മുടെ സൂപ്പർ സ്റ്റാർ നയൻതാര അവിടെ ചൂസിങ് നല്ലതായിരുന്നു. ഹാപ്പി അല്ലേ ലൈഫിൽ? ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ട് കഴിയുന്നില്ലേ? ലവ് മാരേജ് ലൈക്ക് മറ്റേതാവുമ്പോൾ നമ്മൾ അറിയാതെ പരിചയപ്പെടാതെ അതിനെക്കാട്ടി നല്ലത് ലവ് മാരേജ് കുറച്ച് അറിഞ്ഞ് കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ലൈക്ക് അഭി ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ അറേഞ്ച്ഡ് ആയാലും
നമ്മുടെ ലവ് മാരേജ് ആയാലും എല്ലാം വള്ളിയാ. എല്ലാം വലിയ ലവ് മാരേജ് ആയിരിക്കും. എന്റേത് എങ്ങനെയാണെങ്കിലും ദേ ഷുഡ് ബി ലവ് ഇൻ ദി മാരേജ്. അല്ലാണ്ട് ലവ് ആയാലും ശരി, ലൈക്ക് അറേഞ്ച് മാരേജ് ചെയ്തിട്ട് ലവ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി റിയലി ഗുഡ്. പക്ഷെ ലവ് മാരേജ് ചെയ്തിട്ട് ലവ് ഇല്ലെങ്കിൽ അത് യൂസ് ഇല്ലല്ലോ. സോ ലവ് ഷുഡ് ബി ദർ ഇൻ ദി മാരേജ്. അതെ, ഒന്നത് മാരേജ് വേണ്ട എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമുക്ക്. മാരേജ് വേണ്ട എന്ന് ഉദ്ദേശിക്കുന്നത് അത് വേണ്ട, എന്തിനാണ് ലൈഫ് പാർട്ട്ണർ വേണ്ടെന്നാണോ അതോ ലിവിങ് ടുഗദർ ആണോ? വേണ്ട, അതൊക്കെ ലിവിങ് ടുഗദർ പിന്നെ ആവാം, അത് നോക്കാം. സോറി, 18 വയസ്സ് ഇവിടെ കൊച്ചുകുട്ടിയാ. ലവ് മാരേജ്, ലവ് കം അറേഞ്ച്ഡ് മാരേജ്. ലവ് കം അറേഞ്ച്, സെയിം. അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ലവ് പ്ലസ് അറേഞ്ച് അറിഞ്ഞിട്ട് ലവ് വിത്ത് അറേഞ്ച്. അപ്പോൾ ലിവിങ് ടുഗദർ തെറ്റാണോ? ലവ് മാരേജ്. രണ്ടുപേര് ലവ് മാരേജ് ആണ്. അറേഞ്ച് മാരേജിനോട് താല്പര്യം? ഇല്ല. ലവ് വിത്ത് അറേഞ്ച് ആയാലോ? എനിക്ക് ലവ് മാരേജാണ് താല്പര്യം. കാരണം അത് മനസ്സിലാക്കാൻ പാടാണ്. മനസ്സിലാക്കാൻ. എനിക്ക് തോന്നുന്നു ലവ് മാരേജ് തന്നെ ഒന്നല്ല തോന്നുന്നു, കുറച്ചൊന്ന് മനസ്സിലാക്കി. ഉറപ്പായിട്ട് ലവ് മാരേജ് ആണ് നല്ലത്. ലവ് മാരേജ് ആണ്. ഓക്കെ, സൂപ്പർ. സോ ലവ് മാരേജ് ചെയ്തിട്ട് കുറച്ച് നാളെന്തുവാ ലിവിങ് ടുഗദർ ആയിട്ട് ഇരുന്നിട്ട് ഒരു മാരേജ് ചെയ്യണം. ലവ് മാരേജ് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, അതാണ് ബെറ്റർ. മീൻസ് 2-3 വർഷം കൂടുതൽ അറിയാൻ പറ്റും. പെട്ടെന്ന് ഒരാളെ കിട്ടട്ടെ. ഇന്ന് നമ്മുടെ വാലന്റൈൻസ് ആണ്. വാലന്റൈൻസ് ഡേ ആണോ? ആ, ഓക്കെ. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോ ഫോട്ടോ ഒക്കെ എങ്ങനെ എടുക്കും? വേറൊപ്പം ഫോട്ടോ എടുക്കുമ്പോഴാ? ഇതൊക്കെ ചെടികൾക്കൊക്കെ. ചെടികളൊക്കെയാണ്. ഓക്കെയാണ് കേട്ടോ. ഒറ്റയ്ക്കാണോ വന്നിവിടെ? ഇല്ല, അമ്മയുണ്ട്. എവിടെ പോയി? വേണ്ട. ഓക്കെ, അപ്പോൾ ഹാപ്പി വാലന്റൈൻസ്. താങ്ക് യു.